ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ. അതായത് ക്രിസ്മസിന് 2 ദിവസം മുന്നേ. അപ്പോൾ രാവിലെ തന്നെ ചായ വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അതുപോലെ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ അപ്പയ്ക്കും കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പം ഇന്ന് പപ്പ വരുന്ന ദിവസമായിരുന്നു. പപ്പ വന്നിട്ട് നേരെ പുതുപ്പള്ളി പോയി. അപ്പോൾ ഇവിടെ പെരുന്നാളിൻ്റെ നേർച്ച കിട്ടി, പാച്ചോറ് നേർച്ച. അപ്പോൾ അതാട്ടോ ഇത്. ഞങ്ങളെല്ലാവരും കൂടെ അത് കഴിക്കുകയായിരുന്നു, വർത്തമാനമൊക്കെ പറഞ്ഞ്. ബെഹനാൻ സഹദായുടെ പെരുന്നാളായിരുന്നു കേട്ടോ, കൊച്ചു പെരുന്നാളായിരുന്നു. അത് കഴിഞ്ഞ് യോക്കൂട്ടൻ മമ്മിക്ക് ഗുളിക കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. എന്തോ 4 തന്നോ? അത് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പ വേവിച്ചേക്കാന്ന് വെച്ചു. ഇന്നിപ്പോൾ പപ്പായും ഉണ്ടല്ലോ. മമ്മിക്കാണെങ്കിൽ കപ്പയും മീൻകറിയും ഉണ്ടെങ്കിൽ ഫുള്ള് കഴിച്ചോളും, ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അങ്ങനെ കപ്പ അടുപ്പേ കയറി. അപ്പോൾ മമ്മിക്ക് അടുത്ത ട്രിപ്പ് ടാബ്ലറ്റ് ഭക്ഷണത്തിന് മുന്നേ ഉള്ളത് കൊടുക്കണം. ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കേട്ടോ, യൂസ്. എന്നൊക്കെയുണ്ട് ഇത് നമ്മളെ കപ്പയും മീനും എല്ലാം കൂടി നമ്മൾ തിന്നണം അല്ലേ? കപ്പ കിട്ടിയപ്പോഴത്തെ മമ്മിയുടെ സന്തോഷമാണ് ഈ കാണുന്നത്. നമ്മുടെ പുതുപ്പള്ളി ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ കോട്ടയം ടൗണിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിൻ്റേതായിട്ടുള്ളത് കാണുമല്ലോ. എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് രാവുകൾ എക്സ്പ്ലോർ ചെയ്യാണ്ടൊരു പോക്കുള്ളതാണ്. ഇപ്രാവശ്യവും അതിനങ്ങ് പോവുക. ഇത് ഞങ്ങളുടെ കസിൻ്റെ വീടാണ് കേട്ടോ. പുതുപ്പള്ളി ആൻറ്റിന്ന് ഞങ്ങൾ പറയും. പുതുപ്പള്ളി അമ്മച്ചിയെ കാണാൻ തൊപ്പിയും വെച്ച് പോകുന്ന യോക്കുട്ടൻ. കഞ്ഞിക്കുഴി വന്നപ്പം ബ്ലോക്കാണ് ഗൈസ്, ഫുൾ ബ്ലോക്ക്.
ഇതിൻ്റെ മേളിൽ അപ്പയുടെ ഫ്രണ്ട് ജയകൃഷ്ണൻ്റെ സ്റ്റുഡിയോ കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. മാൾ ഓഫ് ജോയ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കോട്ടയത്ത് ഫ്ലവർ ഷോ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വടവാതൂർ MRFിലേക്കാണ്. അവിടെ പടക്കം വാങ്ങിക്കാൻ പോയി. എല്ലാ വർഷവും ഞങ്ങൾ MRFിൽ നിന്ന് പടക്കം വാങ്ങിക്കാറ്. അപ്പോൾ ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു കിറ്റാണ് കേട്ടോ. ജോക്കുട്ടന് വേണ്ടിയിട്ടും അമ്മുക്കുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ബിഗ് കിറ്റ് കൂടെ വാങ്ങിക്കാൻ പോയി. ഇതാണ് ആ കിറ്റ്. ഇതാ കേട്ടോ നമ്മുടെ നീതു ജോലി ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോർ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞപ്പോഴാണ് വണ്ടിയിൽ സാന്താക്രൂസും പാട്ടും ഒക്കെ ആയിട്ട് വരുന്നതുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവനെ അത് കാണിക്കാനായിട്ട് അവിടെ നിന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി. അപ്പോൾ ഗുഡ് നൈറ്റ്. ബാക്കി വിശേഷങ്ങൾ നാളെ.